സംസ്ഥാനത്ത് ജനന നിരക്ക് ഗണ്യമായി കുറയുന്നതായി കണക്കുകൾ. കഴിഞ്ഞ 13 വർഷത്തിനിടെ 2,14,893 കുട്ടികളുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശിലും ജനന നിരക്ക് കുറയുകയാണ്. കേരളത്തിലെ ജനന നിരക്ക് അപകടകരമായ തോതിലേക്ക് താഴുകയാണ്. ഇത് സംസ്ഥാനത്തിന്റെ യൗവനം ഇല്ലാതാക്കുന്ന അപകടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. 2011 സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുപ്രകാരം സംസ്ഥാനത്ത് ആകെ ജനിച്ചത് 5,60,286 കുട്ടികളാണ്. 13 വർഷത്തിന് ശേഷം 2024 എത്തുമ്പോൾ ജനിച്ച കുട്ടികളുടെ എണ്ണം 3,45,447 കുറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് 100ാം വാർഷികം ആഘോഷിക്കുന്ന 2047 എത്തുമ്പോൾ 18-നും 45-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളെക്കാൾ പ്രായമേറെ ചെന്നവരുള്ള സംസ്ഥാനമായി മാറാനുള്ള സാധ്യതയാണ് കേരളത്തിനുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് 2 കുട്ടികളെങ്കിലും ഉണ്ടായിരിക്കണമെന്നത് മാനദണ്ഡമാക്കുന്ന കാര്യം ആലോചിക്കുന്നതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇവിടെ ജനന നിരക്ക് 1:5 താഴെയാണ്. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലയിൽ വലിയ തിരിച്ചടിയുണ്ടാക്കും. ഉൽപാദനത്തിൽ, തൊഴിൽ മേഖലയിൽ, സാമൂഹ്യ ക്രമത്തിലെല്ലാം യുവജനതയുടെ കുറവുണ്ടാക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളിലേക്കാണ് ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. ജില്ല തിരിച്ചു പറഞ്ഞാൽ തിരുവനന്തപുരത്ത് 2011 ജനിച്ചത് 54,902 കുട്ടികളാണ്. 2019 44,927 പേര്. 2019 44,927, 2021 37,457, 2023 36,080, 2024 31,865 കൊല്ലത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ അത് നേർ പകുതിയിൽ താഴെയായി. 2011 37,381 ആയിരുന്നത് 2024 എത്തുമ്പോൾ 17,834 കുറഞ്ഞു. പത്തനംതിട്ടയിൽ 13 വർഷം കൊണ്ട് 17,715 നിന്ന് 10,729 ചുരുങ്ങി. ആലപ്പുഴയിൽ 23,257 നിന്ന് 11,426 കുറഞ്ഞു. മലപ്പുറത്ത് 2011 92,004 ആയിരുന്നത് 2024 എത്തുമ്പോൾ 73,569. കോഴിക്കോട്ട് 2014 കണക്ക് പ്രകാരം 58,799 നിന്ന് 2024 എത്തുമ്പോൾ 39,317 ചുരുങ്ങി. കണ്ണൂരിൽ 50,944 നിന്ന് 2,821 കാസർഗോഡ് 21,927 നിന്ന് 14,367 താഴ്ന്നു. ജനന നിരക്ക് സംസ്ഥാനത്ത് ഗണ്യമായി കുറയുന്നതിനെ വിദഗ്ധർ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. സംസ്ഥാനത്ത് തൊഴിൽ സാധ്യത കുറയുന്നതും ഉപരിപഠന സംവിധാനത്തിലെ പോരായ്മകളുമെല്ലാം ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമാക്കുന്നുണ്ടെന്നാണ് നിഗമനം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.